A very good morning to all. So welcome to our complementary physics classroom. നിങ്ങളെ ഫോർത്ത് സെമസ്റ്ററിലെ ഫസ്റ്റത്തെ ക്ലാസ് ആണല്ലേ? എൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് ആണെന്ന്. നിങ്ങൾക്ക് ഫോർത്ത് സെമസ്റ്ററിൽ പഠിക്കാനുള്ള കോംപ്ലിമെൻ്ററി കോഴ്സ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഫിസിക്സിൻ്റെ പേര് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ് എന്നാണ്. ഓക്കെ, the subject you have to learn is electricity, magnetism and nuclear physics. ഫസ്റ്റത്തെ മൊഡ്യൂള് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, രണ്ടാമത്തെ മൊഡ്യൂള് കറന്റ് ഇലക്ട്രിസിറ്റി ആണ്, മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മാഗ്നറ്റിസം ആണ്, നാലാമത്തെ മൊഡ്യൂൾ ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫിഫ്ത്ത് മൊഡ്യൂളായ കോസ്മിക് റേസ് ആൻഡ് എലമെന്ററി പാർട്ടിക്കിൾസ് എന്ന മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ നെയിം ഓഫ് അവർ ചാപ്റ്റർ ഈസ് കോസ്മിക് റേസ് ആൻഡ് എലമെന്ററി പാർട്ടിക്കിൾസ്. ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് കോസ്മിക് റേസ്, എന്താണ് കോസ്മിക് റേസ് എന്ന് നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ കോസ്മിക് റേസ് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി കോസ്മിക് റേയും അതുപോലെ തന്നെ സെക്കൻഡറി കോസ്മിക് റേയും. ഈ പ്രൈമറി കോസ്മിക് റേ എന്താണ്, സെക്കൻഡറി കോസ്മിക് റേ എന്താണ്, അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ട്. ദെൻ വി ഹാവ് ടു ലേൺ അബൌട്ട് കോസ്മിക് റേ ഷവേഴ്സ്. നിങ്ങൾ ഷവർ കേട്ടിട്ടില്ലേ, നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷവേഴ്സ്. അപ്പോൾ കോസ്മിക് റേയുടെ ഒരു മഴയാണ് എന്ത് കോസ്മിക് റേ ഷവേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് കോസ്മിക് റേസിനെ കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വി ഹാവ് ടു സീ അബൌട്ട് എലമെന്ററി പാർട്ടിക്കിൾസ്. നമുക്കറിയാം ദ ഫണ്ടമെന്റൽ, നമ്മളൊക്കെ പഠിച്ചിട്ട് റൂദർഫോർഡ് മോഡൽ അല്ലെങ്കിൽ അറ്റോമിക് മോഡൽ വെച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ആറ്റം ആണ് ചെറുത്, ആറ്റത്തിന്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദിസ് ന്യൂക്ലിയസ് നമുക്ക് നമ്മളുടെ സ്മോളസ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസിനെ വി ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു ഫർദർ. നമുക്ക് ന്യൂക്ലിയസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സംതിങ് എൽസ്. ആ സംതിങ് എൽസ് അല്ലെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ന്യൂക്ലിയസിനെ നമുക്ക് എന്ത് പറയാം, എലമെന്ററി പാർട്ടിക്കിൾസ്. ദർ ആർ പാർട്ടിക്കിൾസ് വിച്ച് ആർ വെരി വെരി സ്മോൾ, smaller than the size of nucleus. ഈ പാർട്ടിക്കിൾസിന് ദർ ആർ സ്പെസിഫിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് ഈ എലമെന്ററി പാർട്ടിക്കിൾസിനെ ലെപ്റ്റോൺസും അതുപോലെ തന്നെ ഹാഡ്രോൺസും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് നമുക്ക് കമ്മിങ് സെഷനിൽ നോക്കാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, ഹിഗ്സ് ബോസോൺ. സ്വിറ്റ്സർലാൻഡിൽ സേണിൽ നടക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഹിഗ്സ് ബോസോൺ. ബോസോൺ എന്ന പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ദ ഗോഡ്സ് പാർട്ടിക്കിൾ ന്യൂസിലൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. 4 or 5 years ബാക്ക് ഗോഡ്സ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവ കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഹിഗ്സ് ബോസോൺ അല്ലെങ്കിൽ ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ വി ഹാവ് ടു ഡിസ്കസ് ദ തിങ്സ്. സോ വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? നമ്മുടെ ഭൂമിയാണിത്. അസ്യൂം ദിസ് ഈസ് എ എർത്ത്. നമ്മുടെ ഭൂമി എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ മിൽക്കി വേ ഗാലക്സി അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിലെ ഒരു പ്ലാനറ്റ് ആണ്, ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ആണ് ഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും യൂണിവേഴ്സിൽ ദർ ആർ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റാർസ്, ദർ ആർ ന്യൂമറസ് നമ്പർ ഓഫ് പ്ലാനറ്റ്സ്, മെനി മെറ്റീരിയൽസ് സ്ട്രൈക്കിംഗ് ദ എർത്ത് സർഫസ്. അങ്ങനെ ഒരുപാട് ഫിനോമിന നടക്കുന്നുണ്ട്. ഓക്കെ, ഇതില് നമ്മുടെ ഭൂമിയിൽ കുറെ ഹൈ എനർജി പാർട്ടിക്കിൾസ് എന്താണ് വരുന്നത്? ഹൈ എനർജി പാർട്ടിക്കിൾസ്. ഹൈ എനർജി പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരുപാട് എനർജി ഉണ്ട്. ഈ ഒരുപാട് എനർജി ഉള്ള പാർട്ടിക്കിൾ നമ്മുടെ ഭൂമിയിൽ വന്ന് ഹിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു മിനിറ്റിൽ തന്നെ ഒരുപാട് ഹൈ എനർജി പാർട്ടിക്കിൾസ് വന്ന് ഹിറ്റ് ചെയ്യാണ്. എവിടുന്നാണ് ഇത് വരുന്നത്? ഇറ്റ് കംസ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്ന് വരുന്നുണ്ട്. ഫ്രം അതർ എക്സ്ട്രാ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പുറത്തുനിന്നോ അല്ലെങ്കിൽ മിൽക്കി വേയുടെ ഗാലക്സിന്നൊക്കെ കുറെ ഹൈ എനർജി പാർട്ടിക്കിൾസ് ആർ കമ്മിങ് ആൻഡ് ഹിറ്റിംഗ് ദ സർഫേസ് ഓഫ് അവർ എർത്ത്. അപ്പൊ ഈ ഹൈ എനർജി പാർട്ടിക്കിൾസ് വിച്ച് ആർ മൂവിങ് വെരി ഫാസ്റ്റ്, ഇവരുടെ
പ്രത്യേകത എന്താണ്? എനർജി വളരെ കൂടുതലാണ്. സോ സ്പീഡ് എന്താണ്? സ്പീഡ് ഈസ് ഓൾസോ വെരി ഹൈ സ്പീഡ്. Okay, ഈ ഹൈ എനർജി പാർട്ടിക്കിൾസ് ദേ ആർ കമ്മിങ് ആൻഡ് ഹിറ്റിംഗ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്. നമ്മളെ ഭൂമിയിലോട്ട് ഹൈ എനർജി പാർട്ടിക്കിൾസ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് വിത്ത് ഹൈ സ്പീഡ്. അപ്പൊ ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്മിക് റേഡിയേഷൻ അല്ലെങ്കിൽ കോസ്മിക് റേസ്. വാട്ട് വി കോൾ ദാറ്റ് പാർട്ടിക്കിൾ ആസ്? വി കോൾ ദാറ്റ് പാർട്ടിക്കിൾ ആസ് കോസ്മിക് റേസ്. എന്താണ്? വാട്ട് ഈസ് എ കോസ്മിക് റേ? എ കോസ്മിക് റേ ഈസ് എ ഹൈ സ്പീഡ് പാർട്ടിക്കിൾ. വളരെയധികം സ്പീഡുള്ള നമ്മളുടെ ലൈറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈ സ്പീഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ കോസ്മിക് റേ എന്ന് വിളിക്കുക. ഇറ്റ് കുഡ് ബി ആൻ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ആവാം. ഇറ്റ് കുഡ് ബി ആൻ അറ്റോമിക് ന്യൂക്ലിയസ്, ഹൈഡ്രജൻ പോലെയുള്ള ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആവാം. അല്ലെങ്കിൽ ഹീലിയം പോലുള്ള ഹീലിയം. ഈ ഹീലിയം എന്താ നമുക്കറിയാം, ഹീലിയത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്? 2 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പം ഈ ഹീലിയത്തിൽ നിന്ന് ഇലക്ട്രോണ് സ്ട്രിപ്ഡ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രോൺ, അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുക. ഇലക്ട്രോണ് പോയ ഹീലിയം ആറ്റം ഉണ്ടാവും അല്ലെ? അയോൺസ്. സച്ച് ആറ്റംസ് ആർ നോൺ ആസ് അയോൺസ്. അപ്പൊ ഇങ്ങനത്തെ അയോൺസ് അല്ലെങ്കിൽ അറ്റോമിക് ന്യൂക്ലിയസ് ഒക്കെ ആവാം എന്ത്? ഈ കോസ്മിക് റേ എന്ന് പറയുന്നത്. These particles travel throughout the Milky Way galaxy. നമ്മളുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഈ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നാണ് അവർ വരുന്നത്? ദേ കം ഫ്രം ദ സൺ. സൂര്യനിൽ നിന്ന് വരാം. സം ഫ്രം ഔട്ട്സൈഡ് ദ സോളാർ സിസ്റ്റം. സോ നമുക്ക് എവിടുന്നാണ് ഈ കോസ്മിക് റേ particles അല്ലെങ്കിൽ from where these high speed cosmic rays are coming? They either come from the sun, സൂര്യനിൽ നിന്നോ, അല്ലെങ്കിൽ from outside the solar system. ഈ കോസ്മിക് റേസ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോസ്മിക് റേസ് ആർ ദ സോഴ്സ് ഓഫ് ഹയസ്റ്റ് എനർജി പാർട്ടിക്കിൾസ് നോൺ. നമുക്കറിയാവുന്ന പാർട്ടിക്കിൾസിൽ കൂടുതൽ എനർജി ഉള്ള പാർട്ടിക്കിൾസ് ആണ് എന്ത്? കോസ്മിക് റേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ സംതിങ് മോർ അബൌട്ട് കോസ്മിക് റേസ്. അപ്പൊ നമ്മൾ പറഞ്ഞു കോസ്മിക് റേ എന്ന് പറയുമ്പോൾ ദീസ് ആർ വെരി ഹൈ സ്പീഡ് ഹൈ എനർജി പാർട്ടിക്കിൾസ്. ഓക്കെ, ഇവരെന്താണ്? എലമെന്ററി പാർട്ടിക്കിൾസ് ആണ്. എലമെന്ററി പാർട്ടിക്കിൾസ്. ഇറ്റ് ക്യാൻ ബി എലമെന്ററി പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ന്യൂക്ലിയ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ആവാം, വിച്ച് ഒറിജിനേറ്റ്സ് ഔട്ട്സൈഡ് the solar system, അല്ലെങ്കിൽ which have an origin outside our Milky Way galaxy. These may include exotic short-lived particles. ഇവർക്ക് ആയുസ് ഒന്നും കുറയില്ല. വെരി സ്മോൾ ലൈഫ് ടൈം ആണ്. ഓഫ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് 10⁻⁸ സെക്കൻഡ് ഒക്കെയാണ് ഇവരുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് മേ ഇൻക്ലൂഡ് എക്സോട്ടിക് ഷോർട്ട് ലീവ്ഡ് പാർട്ടിക്കിൾസ് സച്ച് ആസ് മിയോൺസ്. അപ്പം ഈ പാർട്ടിക്കിളിന്റെ മിയോൺസ് എക്സാമ്പിൾ ആണ്. പൈ മിസോൺസ് എക്സാമ്പിൾ ആണ്. ലാംഡ ബാരിയോൺസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കോസ്മിക് റേ അല്ലെങ്കിൽ എലമെന്ററി പാർട്ടിക്കിൾസിന് എക്സാമ്പിൾ ആണ്. നമ്മൾക്ക് മിയോൺസ് എന്താ, അല്ലെങ്കിൽ പൈ മിസോൺസ് എന്താ, ലാംഡ ബാരിയോൺസ് എന്താ, അങ്ങനെ കുറെ എലമെന്ററി പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സെഷനിൽ നോക്കാം. സോ നമ്മളുടെ കോസ്മിക് റേസ് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഒരു ഇലക്ട്രോൺ ആവാം, അല്ലെങ്കിൽ അറ്റോമിക് ന്യൂക്ലിയസ് ലൈക്ക് ഹൈഡ്രജൻ ഓർ ഹീലിയം സ്ട്രൈപ്ഡ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രോൺ. പിന്നെ വേറെ എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? എലമെന്ററി പാർട്ടിക്കിൾസിന് എക്സാമ്പിൾസ് ആണ് മിയോൺസ്, പൈ മിസോൺസ്, ലാംഡ ബാരിയോൺസ്. ഇനി നമ്മൾ പറഞ്ഞു ദേ ആർ വെരി ഹൈ എനർജി പാർട്ടിക്കിൾസ്. ഇതിന്റെ എനർജി റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻12 to 10⁻15 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ഇത്രയും എനർജിയുള്ള പാർട്ടിക്കിൾസ് ആണ് എന്ത്? നമ്മുടെ കോസ്മിക് റേസ് എന്ന് പറയുന്നത്. ഇനി ഈ കോസ്മിക് റേസിൽ നമ്മളുടെ ഭൂമിയിലോട്ട് നിരന്തരമായിട്ട് കോസ്മിക് റേ അല്ലെങ്കിൽ കോസ്മിക് റേഡിയേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കോസ്മിക് റേസിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 50% ഓഫ് പ്രോട്ടോൺസ്. 50% പ്രോട്ടോൺസ് ഉണ്ട്. 25% ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. ബാക്കി അപ്പൊ എത്ര? 75% ആയി. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ He24 അല്ലേ? അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഹീലിയം ന്യൂക്ലിയ. He24 തന്നെയാണ് നമ്മളുടെ ആൽഫ പാർട്ടിക്കിൾ എന്നും പറയുന്നത്. 13% എന്താണ്? കാർബൺ ആവാം, അല്ലെങ്കിൽ നൈട്രജൻ, അല്ലെങ്കിൽ ഓക്സിജന്റെ എന്താണ്? ന്യൂക്ലിയ ആണ്.
13% is carbon, either carbon or nitrogen or oxygen nuclei. അതിൽ 1% നമ്മുടെ എർത്തിലോട്ട് വരുന്ന കോസ്മിക് റേസിൽ 1% എന്താണ്, ലെസ് ദാൻ 1% എന്താണ്, ഇലക്ട്രോൺ ആവാം. ലെസ് ദാൻ 0.1% എന്താണ്, ഗാമ റേഡിയേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ദർ ആർ മെയിൻലി 3 types of radiation: ആൽഫ, ബീറ്റ ആൻഡ് ഗാമ റേഡിയേഷൻ. Of these, gamma radiation is having high penetrating power. അല്ലെ, ഗാമ റേഡിയേഷൻ ആണ് കൂടുതൽ പെനട്രേഷൻ പവർ ഉള്ളത്. നമ്മളെ കോൺക്രീറ്റിലൂടെ ഒക്കെ കടന്നു പോകാൻ കഴിവുള്ള ഒരു ടൈപ്പ് ഓഫ് റേഡിയേഷൻ ആണ് എന്ത്, ഗാമ റേഡിയേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ഷോർട്ട് വാട്ട് വി ക്യാൻ സേ, കോസ്മിക് റേസ് എന്ന് പറയുന്നത് ദീസ് ആർ എലമെന്ററി പാർട്ടിക്കിൾസ് വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിയർ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ആൻഡ് അവർക്ക് ലൈഫ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. മിയോൺസ് എക്സാമ്പിൾസ് ആണ്, പൈ മീസോൺസ് എക്സാമ്പിൾ ആണ്, ലാംഡ ബാരിയോൺസ് എക്സാമ്പിൾ ആണ്. ഇതിന്റെ എനർജി റേഞ്ച് എന്ന് പറയുന്നത് 10⁻12 to 10⁻15 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി നമ്മളുടെ ഭൂമിയിലോട്ട് വരുന്ന കോസ്മിക് റേസിൽ എന്തൊക്കെയാണ് ഉള്ളത്? പ്രോട്ടോൺസ് ഉണ്ട്, ഹീലിയം ന്യൂക്ലിയർ ഉണ്ട്, കാർബൺ നൈട്രജൻ ഓക്സിജൻ ന്യൂക്ലിയർ ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഗാമ റേഡിയേഷനും ഉണ്ട്. ഇനി ആരാണ് അല്ലെങ്കിൽ എപ്പോഴാണ് കോസ്മിക് റേസ് കണ്ടുപിടിച്ചത്? ദാറ്റ് ഈസ് ദ ഡിസ്കവറി ഓഫ് കോസ്മിക് റേസ്. ഫ്രം 1911 to 1913 ഒരു ഫിസിസിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഹിസ് നെയിം ഈസ് വിക്ടർ ഹെസ്. വിക്ടർ ഹെസ് എന്ന ഒരു സയന്റിസ്റ്റ്, വാട്ട് ഹി ഡിഡ്, ഹി മെഷേർഡ് റേഡിയേഷൻ ലെവൽസ് അറ്റ് വേരിയസ് ഓൾട്ടിറ്റ്യൂഡ്സ്. നമ്മളുടെ ഭൂമിയിൽ നമുക്കറിയാം കുറേ ലെയേഴ്സ് ഉണ്ട് അല്ലേ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയോണോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, എക്സോസ്ഫിയർ, അങ്ങനെ കുറേ ലെയേഴ്സ് ഉണ്ട്. അപ്പം ഈ ഹൈറ്റ് അനുസരിച്ച് സേ ഹി മെഷേർഡ് 500 feet, 1000 feet, 1500 feet, അങ്ങനെ ഈ വിക്ടർ ഹെസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ത് ചെയ്തു, 17,500 feet വരെ 17,500 feet വരെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എന്ത് മെഷർ ചെയ്ത്, റേഡിയേഷൻ മെഷർ ചെയ്ത്. ഓക്കെ, വിക്ടർ ഹെസ് മെഷേർഡ് ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ. അപ്പൊ ഇവിടെ റേഡിയേഷന്റെ അളവ് ഹി ഫൗണ്ട് മേ ബി ഇപ്പം 2 ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ എന്താ ഹൈറ്റ് കൂടുമ്പോ എന്താ, ഇവിടെ എന്തായി 4 റേഡിയേഷൻ അല്ലെങ്കിൽ അയോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയൈ കണ്ടുപിടിച്ചു, ഹൈ എനർജി ന്യൂക്ലിയസ് കണ്ടുപിടിച്ച്. അങ്ങനെ ഇവിടെ മേ ബി ഞാനൊരു ഇത് പറയാണ്, നോട്ട് ദ ഫാക്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ലെവലിൽ 6 അയോൺസ് കണ്ടുപിടിച്ച്. അങ്ങനെ ഹൈറ്റ് കൂടുന്തോറും എന്ത് കണ്ടുപിടിച്ച്, റേഡിയേഷന്റെ ലെവൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, വളരെ അധികമാണ്. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ്, ഹയർ ദ ഹൈറ്റ് അല്ലെങ്കിൽ ഹയർ ദ ഓൾട്ടിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ലേ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് റേഡിയേഷന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ റേഡിയേഷന്റെ അളവ് കൂടിക്കൊണ്ടേയിരുന്നു. Then he researched on that and he found some peculiar radiations are coming from outer space അല്ലെങ്കിൽ outer the surface of earth. കുറച്ച് റേഡിയേഷൻ വരുന്നുണ്ട്. ആ റേഡിയേഷനെ വിളിച്ച പേരാണ് കോസ്മിക് റേഡിയേഷൻ. Later, this radiation is known as cosmic rays. Victor Hess won the Nobel Prize for his discovery of cosmic radiation അല്ലെങ്കിൽ cosmic rays in 1936. നമുക്ക് ഒന്ന് മനസ്സിലാക്കാനുള്ളത്, വിക്ടർ ഹെസ് ഒരു ബലൂണൊക്കെ വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് നടത്തിയത് അല്ലേ. യു ക്യാൻ സീ എ ബലൂൺ ഓവർ ഹിയർ. സോ വാട്ട് ഹി ഡിഡ്, ഓൾട്ടിറ്റ്യൂഡിൽ ഈ ബലൂണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സെൻസറൊക്കെ വെച്ചിട്ട് എന്ത് ഡിസ്കവർ ചെയ്തു, ഹൈറ്റ് കൂടുന്തോറും റേഡിയേഷന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ എമൗണ്ട് എന്താണ് കൂടുതലായിട്ട് വിക്ടർ ഹെസ്സിന് മെഷർ ചെയ്യാൻ കഴിഞ്ഞു. സോ ഹി കൺക്ലൂഡഡ് ദാറ്റ് റേഡിയേഷൻ ലെവൽസ് ഇൻക്രീസ്ഡ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഹി കോൾഡ് ദോസ് റേഡിയേഷൻ ആസ് കോസ്മിക് റേസ് അല്ലെങ്കിൽ കോസ്മിക് റേഡിയേഷൻ എന്ന് വിളിച്ചു. ആൻഡ് നോബൽ പ്രൈസ് വാസ് വൺ ഫോർ ദിസ്. ഇനി there are basically 2 types of radiation.
The first one is primary cosmic rays അല്ലെങ്കിൽ primary cosmic radiation, and the second one is secondary cosmic rays or secondary cosmic radiation. നമുക്ക് നോക്കാം എന്താണ് primary cosmic rays അല്ലെങ്കിൽ primary cosmic radiation എന്താണെന്ന് നോക്കാം. Then we'll move on to the secondary cosmic radiation. Okay. So നമ്മൾ പറഞ്ഞു നമ്മളിപ്പം കൺസിഡർ നമ്മളുടെ ഭൂമിയുടെ സർഫസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ദ ബൗണ്ടറി നമ്മളുടെ സ്പേസ് ആണ്. ദിസ് ഈസ് ആ എർത്ത്. ഓക്കെ, നമ്മളുടെ ഭൂമിയുടെ ബൗണ്ടറി റീജിയൻ ആണ്. ഇമാജിൻ ദിസ് ഈസ് ദ ബൗണ്ടറി ഓഫ് എ എർത്ത്. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? വി ആർ സീൻ നമ്മളെന്ത് കണ്ടു? ഔട്ടർ സ്പേസിൽ അല്ലെങ്കിൽ നമ്മളുടെ സോളാർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സിയിൽ നിന്ന് കുറെ ഹൈ എനർജി പാർട്ടിക്കിൾസ് നമ്മളുടെ ഭൂമിയിലോട്ട് വരുന്നുണ്ട് അല്ലേ? ഹൈ എനർജി പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. അപ്പം ഈ ഹൈ എനർജി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി പാർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രൈമറി റേസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഭൂമിയിലോട്ട് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി കോസ്മിക് റേസ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രൈമറി കോസ്മിക് റേസ് ഇറ്റ് ഈസ് കമ്മിങ് ഓൺ ടു ആ എർത്ത്, നമ്മളുടെ ഭൂമിയിലോട്ട് വരുന്നു. നമുക്കറിയാം അല്ലെ, നമ്മുടെ ഭൂമിയിൽ എന്താണ്? there are plenty of atmospheric nuclei. നമ്മുടെ ഭൂമിയിൽ കുറെ അറ്റ്മോസ്ഫിയറിക് ന്യൂക്ലിയർ ഉണ്ട് അല്ലെ? കുറെ അയോൺസ് നമ്മുടെ ഭൂമിയിൽ പ്രസന്റ് ആണ്. അറ്റ്മോസ്ഫിയറിക് ന്യൂക്ലിയസ് ആർ പ്രസന്റ്. Now this incoming primary cosmic rays interact with the atmospheric nuclei. Okay, say this is the atmospheric nuclei of, let's consider this is the atmospheric nuclei of nitrogen 14. nitrogen 14 nucleus ആണെങ്കിൽ the primary cosmic rays come and interact with nitrogen 14. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു ഡീകേ സംഭവിക്കുന്നുണ്ട്. അവിടെ എന്താണ്? ഒരു ഷവർ സംഭവിക്കുന്നുണ്ട്. ഡീകേ അല്ലെങ്കിൽ ഈ പ്രൈമറി ന്യൂക്ലിയേ അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ന്യൂക്ലിയം ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ ഡീകേ സംഭവിച്ചിട്ട് പയോൺസ് റിലീസ് ആവുന്നുണ്ട്. പയോൺസ് പൈ പ്ലസ് ആവാം, there are different types of pions, പൈ 0 ആവാം, പൈ മൈനസ് ആവാം. അപ്പൊ പയോൺസ് ഡീകേ ആവുന്നു. ഈ പയോൺസ് ഡീകേ ആയി അങ്ങനെ ഈ ഒരു ചെയിന് കണ്ടിന്യൂ ചെയ്യാണ്. ബാക്കി ഇവിടെ ഈ പയോൺസിന് എന്താണ്? they can again react with the atmospheric nuclei that are present in our atmosphere, in the atmosphere of earth. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ഷവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഡീകേ ഓഫ് പയോൺസ് സംഭവിക്കും. അപ്പൊ അവിടെ എന്താണ്? ഈ ഒരു ഷവറിനെയാണ് നമ്മൾ കോസ്മിക് റേ ഷവർ എന്ന് പറയാം. ഇവിടെ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള അറ്റ്മോസ്ഫിയറിക് ന്യൂക്ലിയും അതുപോലെ തന്നെ പ്രൈമറി കോസ്മിക് റേയും ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡറി കോസ്മിക് റേസ് കിട്ടും. യു വിൽ ഒബ്റ്റെയിൻ സെക്കൻഡറി കോസ്മിക് റേസ്. ഓക്കെ, സോ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കോസ്മിക് റേ ഷവേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ എർത്ത്, ദിസ് ഇസ് ദ ബൗണ്ടറി ഓഫ് ദ എർത്ത്. എർത്തിന്റെ പുറത്ത് എന്താണ്? സ്പേസ് ഉണ്ട്. അപ്പൊ സ്പേസിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന പ്രോട്ടോൺ, സേ ഫോർ എക്സാമ്പിൾ അയോൺ അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ ആണ് നമ്മുടെ പ്രൈമറി കോസ്മിക് റേ എന്ന് പറയുന്നത്. ഈ പ്രൈമറി കോസ്മിക് റേ ഇറ്റ് കംസ് ആൻഡ് reacts with our atmospheric nucleus and you will obtain secondary cosmic rays. Okay, secondary cosmic rays കിട്ടും. ഇങ്ങനെ ഈ സെക്കൻഡറി കോസ്മിക് റേയിന്റെയും കോസ്മിക് റേസും ഡീകേ ചെയ്ത് നമുക്ക് ഒരു ഷവർ കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്മിക് റേ ഷവേഴ്സ് വിളിക്കുക. കുറെ അയോൺസ് ഇവിടെ അല്ലെ, ഇ പ്ലസ് പോസിട്രോണും ഇലക്ട്രോണും, പൈ 0 പൈ മൈനസ് പൈ പ്ലസ്, അതുപോലെ തന്നെ ഇവിടെ മ്യോൺ ന്യൂട്രിനോ, അങ്ങനെ കുറെ
എലമെന്ററി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡീകേ ചെയ്ത് കുറെ എലമെന്ററി പാർട്ടിക്കിൾസ് കിട്ടും. അതിനെയാണ് നമ്മൾ കോസ്മിക് റേ ഷവർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താ പറയാ, ഒരു 60 കിലോമീറ്ററിന്റെ അപ്പുറത്ത് നമുക്ക് പ്രൈമറി കോസ്മിക് റേസ് ആണുള്ളത്. ദിസ് ഈസ് ദ ഹൈറ്റ്. വൈ ആക്സിസ്മേൽ ഹൈറ്റ് ഉണ്ട്, നമ്മളുടെ എക്സ് ആക്സിസ്മേൽ യു ഹാവ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഗ്രൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ പ്രൈമറി കോസ്മിക് റേ ഫ്രം ഔട്ട്സൈഡ് ദ സ്പേസ് വരുന്നു, അറ്റ്മോസ്ഫിയറിക് ന്യൂക്ലിയസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ഡീകേ സംഭവിക്കുന്നു, പയോൺസ്. പിന്നെ പയോൺസ് എന്താകുന്നു, അഗെയിൻ ദ ഡീകേസ് ഇൻടു മിയോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രിനോസ്. അപ്പൊ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ നമ്മുടെ എർത്തിൽ നടക്കുന്നത്, എർത്തിലാണ് സെക്കൻഡറി കോസ്മിക് റേസിന്റെ ഒരു റിയാക്ഷൻ നടക്കുക. ഔട്ട്സൈഡ് ദ സർഫസ് ഓഫ് ദ എർത്ത്, ബിയോണ്ട് ദ ബൗണ്ടറി ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത്, യു വിൽ ഗെറ്റ് പ്രൈമറി കോസ്മിക് റേസ്. അപ്പൊ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലാണ് സെക്കൻഡറി കോസ്മിക് റേ ഷവേഴ്സ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഈ പ്രൈമറി കോസ്മിക് റേ അല്ലെങ്കിൽ സ്പേസിൽ നിന്ന് വരുന്ന കോസ്മിക് റേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെയിൻലി ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹീലിയം അയോൺസ് ആയിരിക്കും. ഹൈഡ്രജൻ ഓർ ഹീലിയം അയോൺസ് ആയിരിക്കും നമ്മളുടെ പ്രൈമറി കോസ്മിക് റേന്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. There are other elements also. നിങ്ങൾക്ക് അറിയാവുന്ന ഗാമ റേസ് ഒക്കെ ഉണ്ടാകും, ബട്ട് they are of very small amount. കുറച്ച് എമൗണ്ട് ആയിരിക്കും നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ലോവർ എനർജി കോസ്മിക് റേസ് ആർ കോമൺ. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, കോസ്മിക് റേക്ക് ഇനി എനർജി കുറവില്ല കോസ്മിക് റേസ് ഉണ്ടാവുമോ എന്ന്. ലോവർ എനർജി കോസ്മിക് റേസ് ആർ കോമൺ വൈൽ ഹൈ എനർജി കോസ്മിക് ആർ റെയർ. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മള് ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ there are numerous number of cosmic rays hitting the earth surface, because the lower energy cosmics are common. ആ ഹിറ്റ് ചെയ്യുന്ന കോസ്മിക് റേസിന് എന്തായിരിക്കും, ലെസ് എനർജി ആയിരിക്കും ഉണ്ടാവുക. there are high energy cosmic rays which are coming onto the surface of the earth which are rare. ഇനി നമ്മൾ പറഞ്ഞു സെക്കൻഡറി കോസ്മിക് റേസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ സെക്കൻഡറി കോസ്മിക് റേസ്? നമുക്ക് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിക് ന്യൂക്ലിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പ്രൈമറി കോസ്മിക് റേസ് എന്താക്കും, ഡീകേ ഓഫ് പയോൺസും മിയോൺസും ഒക്കെ സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ ഷവർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സെക്കൻഡറി കോസ്മിക് റേസ് എന്ന് പറയുന്നത്. They can travel faster than the speed of light in air. They are still slower than the speed of light in vacuum. ഇപ്പോൾ നമ്മൾ ഒരു മിനിറ്റിൽ ഒരു every second, okay, in every square meter 150 muons are striking. 150 muons. Muon is again an elementary particle. mu വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. 150 muons നമ്മളുടെ ഭൂമിയിൽ വന്നിട്ട് ഓരോ സെക്കൻഡും ഓരോ സ്ക്വയർ മീറ്ററിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇത് ഫീൽ ചെയ്യുന്നില്ല? അവരെ അവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു നമ്മുടെ അറ്റ്മോസ്ഫിയർ. നോട്ട് ഓൾ ഷവർ പാർട്ടിക്കിൾസ് റീച്ച് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എത്തണം എന്നില്ല, അറ്റ്മോസ്ഫിയറിൽ തന്നെ ഡീകേ ഒക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ എന്താണ് ലൈഫ് ടൈം എന്ന് പറയുന്നത് വെരി വെരി ഷോർട്ട് ആണ്, എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ്. അവിടുന്ന് തന്നെ അവിടെ വന്ന് ഹിറ്റ് ചെയ്ത് അവരുടെ ലൈഫ് ടൈം കഴിഞ്ഞു, അവിടെ അത് അവസാനിച്ചു. സോ വി കനോട്ട് find these 150 muons which are striking the atmosphere or the earth's atmosphere every second, since their lifetime is very 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 small. അവരുടെ ലൈഫ് ടൈം വെരി വെരി സ്മോൾ ആണ്. അപ്പോൾ അവരുടെ കഥ അവിടുന്ന് തന്നെ കഴിഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത് ജിയോമാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കോസ്മിക് റേസ് ആണ്. അതായത് ഹൈറ്റ് അനുസരിച്ച് എങ്ങനെ കോസ്മിക് റേ മാറും, ലാറ്റിറ്റ്യൂഡ് അനുസരിച്ച് എങ്ങനെ കോസ്മിക് റേയുടെ ഇന്റൻസിറ്റി മാറും, അതൊക്കെയാണ് നോക്കാനുള്ളത്. ദെൻ വി വിൽ മൂവ് ഓൺ ടു എലമെന്ററി പാർട്ടിക്കിൾസ്. ഓക്കെ, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ, ഹിഗ്സ് ബോസോണിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.